മുസാഫ് എല്ലാവർക്കും ഓരോന്ന് വേണം. പള്ളിക്കലെത്തിയാൽ പോലും കാണാൻ ആൾക്കാർ ഇങ്ങനെ ചൊറിഞ്ഞു മാന്തിന്. അവിടെ കണ്ട 100 കണക്കിന് മുസാഫ് ഉണ്ടായിട്ട് മൊബൈൽ വാങ്ങിയിട്ട് ചുമരുമൊക്കെ ഏറിയാൻ തോന്നല്. പിന്നെ എന്റെ വില ആലോചിച്ചുകൊണ്ടൊന്നും ചെയ്യാതിരിക്കലാണ്. ആ മുസാഫിൽ നോക്കി ഓതുന്ന കൂലി ഇതിൽ നോക്കി ഓതിയ കിട്ടോ? പിന്നെ എന്തിനാ അതെടുക്കാതെ ഇങ്ങനെ മാന്തിന്? ഇത് പറ്റും. നമ്മൾ വാഹനത്തിലൊക്കെ പോകുമ്പോൾ ഓതാൻ പറ്റും. മരിച്ച ഏതെങ്കിലും വീട്ടിൽ യാസീനൊക്കെ ഓതുമ്പോൾ തെറ്റില്ലാതെ ഓതാനൊക്കെ പറ്റും. എപ്പോഴും ഇപ്പൊ യാസീൻ്റെ അടുത്ത് കൊണ്ടെടുക്കാൻ കഴിയില്ലല്ലോ. ഒരു മൗലൂദൊക്കെ ഓതാണെങ്കിൽ ഇത് നിർത്തിട്ട് തെറ്റില്ലാതെ ഓതാൻ കഴിയും. അത് ഉപകാരമാണ്. പക്ഷെ പള്ളിക്കലെത്തുമ്പോ കുറെ മുസാഫ് ഇങ്ങനെ വട്ടത്തില്, പുരയിലെത്തുമ്പോ അവിടെ ഷെൽഫിൽ കുറെ മുസാഫ് ഇങ്ങനെ കാണുമ്പോ ആ മുസാഫ് ചോദിക്കുന്നുണ്ട്, നമ്മൾ കേൾക്കാത്തോണ്ടാ. ഒന്ന് ആ മുസാഫ് ഒന്ന് എടുത്ത് കയ്യിൽ പിടിച്ചാൽ തന്നെ എന്തൊരു കൂലിയാ. അതിപ്പോ കൈ പിടിച്ചാൽ കിട്ടുമോ? കൂല. മുസാഫ് ഒരാളിങ്ങനെ കയ്യിൽ പിടിച്ചു, ഓതുന്നില്ല, ആളിങ്ങനെ കയ്യിൽ പിടിച്ചു, കൂലിയല്ലേ? കൂലിയാണ്. അത് 30 മുസാഫ് ഉണ്ടെങ്കിൽ 5 ജുസിന്റെ മുസാഫിന്റെ കൂലിയാണോ? അല്ല, മാറ്റുണ്ട്. ആ 30 ജുസുള്ള മുസാഫ് തുറന്നു വെച്ചിട്ടാണ് അയാളൊരു അൽക്കഫ് ഓതുന്നത്, യാസീൻ ഓതുന്നത്, തബാറക്ക് ഓതുന്നത്. സുബ്ഹാനല്ലാഹ്, 30 ജുസുള്ള മുസാഫിൽ നോക്കിയിട്ട് ഇങ്ങനെ ഓതുമ്പോ ഒരു ഏടിൽ നോക്കി ഓതുന്ന കൂലിയല്ല, കൂലി കൂടും. സംഗതി രണ്ടും ഒരേ സൂറത്ത് തന്നെയാണ്. ആ ഏടിലുള്ള തബാറക്ക് തന്നെയാണ് ഈ ഓതുന്നത്. പക്ഷെ ഇത് മുസാഫ് തുറന്നു വെച്ച് ഓതുമ്പോ അതിന്റെ കൂലി വേറെയാണ്. ഓരോരുത്തരും അവനവൻ ഓരോ മുസാഫ് സൂക്ഷിക്കണം. അത് അനന്തരമാക്കി മക്കള്, പേരമക്കള്, ഇങ്ങനെ തുടർന്നു പോകുന്ന ആൾക്കാർ എത്ര കാലം അതിൽ നോക്കി ഓതുന്നോ, അതങ്ങനെ നല്ല ഭദ്രതയിൽ നിലനിൽക്കുന്നോ, അത്രയും കാലം ഖബറിലേക്ക് അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും.